മഹേന്ദ്ര സിംഗ് ധോണിയും സുരേഷ് റെയ്നയും കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് രവീന്ദ്ര ജഡേജ. ധോണിക്ക് ശേഷം ജഡേജയെ ക്യാപ്റ്റനാക്കിക്കൊണ്ട് ചെന്നൈ അത് തെളിയിച്ചതുമാണ്. എന്നാൽ 2025 IPL സീസണിലേക്ക് എത്തുമ്പോൾ ജഡേജയെ നിലനിർത്തില്ലെന്ന തീരുമാനത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. മെഗാ താരലേലം നടക്കാനിരിക്കെ ജഡേജയെ ചെന്നൈ റിലീസ് ചെയ്യും. സമീപകാലത്തെ മോശം പ്രകടനങ്ങൾ കൂടി പരിഗണിച്ചാണ് ജഡേജയെ റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ചെന്നൈ ഫ്രാഞ്ചൈസി എത്തിയത്. അതേസമയം മെഗാ താരലേലത്തിൽ ജഡേജയെ സ്വന്തമാക്കുകയാണ് ചെന്നൈ ലക്ഷ്യമിടുന്നത്. താരത്തെ നിലനിർത്തണമെങ്കിൽ വലിയ തുക ചെലവഴിക്കേണ്ടി വരും. എന്നാൽ ലേലത്തിൽ വിട്ടാൽ ചെറിയ തുകയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് ഫ്രാഞ്ചൈസിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ സീസണിൽ 14 മത്സരങ്ങളിൽ നിന്ന് 142.78 സ്ട്രൈക്ക് റേറ്റിൽ 267 റൺസ് മാത്രമാണ് ജഡേജ നേടിയത്. ബൗളിങ്ങിൽ 14 മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റും. ഓൾറൗണ്ടർ എന്ന നിലയിൽ കഴിഞ്ഞ സീസണിൽ ജഡേജയുടേത് ശരാശരി പ്രകടനം മാത്രമാണ്. 36-കാരനായ ജഡേജയ്ക്ക് ഇനി 2020-ൽ പഴയതുപോലെ ശോഭിക്കാൻ സാധിക്കുമോ എന്ന സംശയവും ഫ്രാഞ്ചൈസിക്കുണ്ട്. മുതിർന്ന താരമായ അജിങ്ക്യ രഹാനെയെയും ചെന്നൈ ഇത്തവണ റിലീസ് ചെയ്യും.